ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി ഇന്ന്. തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയാണ് വിധി പറയുക. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ തുടരുകയാണ്. രഞ്ജിൽ രാജ് ചേരുന്നു വിവരങ്ങളുമായി. രഞ്ജിൽ, കഴിഞ്ഞ ദിവസം ഈ തെക്കൻ കേരളത്തിലൊക്കെ ആദ്യഘട്ട വോട്ടെടുപ്പൊക്കെ നടന്നു. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വീട് അടൂരാണെന്നുള്ളത് നമുക്കറിയാം. ഈ ഒളിവിൽ കഴിയുന്ന രാഹുലിന് അവിടെ എത്താൻ സാധിക്കില്ല. അതിൻ്റെ സാഹചര്യമൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഇനിയിപ്പോൾ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് പാലക്കാട് അടക്കമുള്ള സ്ഥലങ്ങളുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് മാറ്റിയിട്ടുണ്ടെങ്കിൽ പാലക്കാട് വോട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ അപ്പോഴും ഈ സാഹചര്യങ്ങളും ഈ നിയമ നടപടികളും ഒക്കെയാണ് പ്രശ്നം. എന്തായാലും ഇപ്പോഴും ഒളിവിൽ തന്നെയാണ് പാലക്കാട് MLA. ഒപ്പം നിയമ നടപടികളും കോടതികളിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഹൈക്കോടതിയെ സംബന്ധിച്ച് ആദ്യ കേസിലെ നിയമ നടപടികളൊക്കെ ഹൈക്കോടതി ഇനിയിപ്പോൾ 15-നാണ് അതിനെ സംബന്ധിച്ചുള്ള നിയമ നടപടികളൊക്കെ കോടതിയിൽ എടുക്കുന്നത്. ഇന്നിപ്പോൾ ഈ രണ്ടാമത്തെ പരാതിയിൽ ഇന്ന് എങ്ങനെയായിരിക്കും വിധി? എങ്ങനെയൊക്കെയാണ് സാധ്യതകൾ? എന്തൊക്കെയായിരുന്നു കഴിഞ്ഞ ദിവസം ഉയർന്ന വാദപ്രതിവാദങ്ങൾ? കാളിദാസ് സൂചിപ്പിച്ച പോലെ തന്നെ രണ്ടാമത്തെ ബലാത്സംഗ കേസിലാണ് ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെയുള്ള മുൻകൂർ ജാമ്യാർജിയിൽ വിധി വരാൻ പോകുന്നത്. കഴിഞ്ഞ തിങ്കളാഴ്ച ഈ ഒരു കേസ് പരിഗണിച്ച സമയത്ത് തന്നെ പ്രോസിക്യൂഷനും അതുപോലെ തന്നെ ഈ ഒരു പരാതിക്കാരിയുടെ ഭാഗത്തു നിന്നും വേണ്ട തെളിവുകളും അതിനാവശ്യമായ മറ്റ് ഡിജിറ്റൽ തെളിവുകളൊക്കെ തന്നെ ഹാജരാക്കിയിരുന്നു. അതെല്ലാം വിശദമായി പരിശോധിച്ച ശേഷമാണ് കോടതി ഇത്തരത്തിലൊരു കേസ് ഇന്ന് വിധി പറയാനായിട്ട് മാറ്റിയത്. നേരത്തെ ഈ ഒരു ഒന്നാമത്തെ കേസിലും ഇതുപോലെ തന്നെ തെളിവുകളുടെയൊക്കെ ഹാജരാക്കിയ സാഹചര്യത്തിൽ കോടതി ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. അതിന് തൊട്ട് പിന്നാലെ 15-ാം തീയതി വരെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അറസ്റ്റ് ചെയ്യരുത് എന്നൊരു വിധി ഹൈക്കോടതിയും പുറപ്പെടുവിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് രണ്ടാമത്തെ കേസ് വരുന്നത്. ഈ ഒരു കേസിൽ കഴിഞ്ഞ ദിവസം കോടതി പരിശോധിച്ച സമയത്ത് കേസിൽ ഈ ഒരു പരാതിക്കാരിയുടെ അല്ലെങ്കിൽ അതിജീവിതയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. അതിജീവിതയുടെ മൊഴി പ്രകാരം നടന്നത് ക്രൂരമായ ബലാത്സംഗം തന്നെയാണ് എന്ന ഒരു മൊഴി അല്ലെങ്കിൽ അത്തരത്തിലൊരു പരാതി തന്നെയാണ് പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ബലം പ്രയോഗിച്ച് തന്നെ ബലാത്സംഗം ചെയ്തു അല്ലെങ്കിൽ അതിക്രൂരമായി തന്നെ ഉപദ്രവിച്ചു, വേണ്ട എന്ന് പറഞ്ഞിട്ടും പിന്നെയും തന്നെ ഉപദ്രവിച്ചു എന്നാണ് ഒരു പരാതിക്കാരി മൊഴി നൽകിയത്. ഈ ഒരു മൊഴിയുടെയൊക്കെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന ആ ഒരു വിസ്താരണയിൽ അല്ലെങ്കിൽ വാദത്തിൽ അടച്ചിട്ട മുറിയിലാണ് ഈ ഒരു വാദം നടന്നത്. ആ ഒരു വാദത്തിൽ നീണ്ട ഒരു 1.5 മണിക്കൂർ നീണ്ട വാദം തന്നെയായിരുന്നു. അതിനുശേഷമാണ് വിധി പറയാനായിട്ട് കേസ് മാറ്റിയത്. നമുക്ക് ഈ ഒരു കേസിന്റെ ബാക്ക് സ്റ്റോറി അല്ലെങ്കിൽ ഇതിന്റെ ഒരു ബാക്ക് ഹിസ്റ്ററി പരിശോധിച്ച് കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ ആദ്യം ഒരു പരാതി ഉയർന്ന സാഹചര്യത്തിൽ അതിൽ നടപടികൾ പുരോഗമനത്തിനിടെയാണ് ഇത്തരത്തിലൊരു രണ്ടാമത്തെ ഒരു ബലാത്സംഗ പരാതി ഉയർന്നത്. അതും ബാംഗ്ലൂർ സ്വദേശിനിയായ 23 വയസ്സുള്ള ഒരു യുവതിയായിരുന്നു ഇത്തരത്തിൽ പരാതി ഉന്നയിക്കുന്നത്. ഈ ഒരു സംഭവം നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വർഷങ്ങൾ 2021 ആ ഒരു കാലഘട്ടത്തിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. തന്നെ വിവാഹ അഭ്യർത്ഥന നടത്തി തന്നെ സമീപിക്കുന്നു, തുടർന്ന് വിവാഹം കഴിക്കാമെന്ന് ഉറപ്പ് നൽകി പീഡിപ്പിക്കുകയായിരുന്നു എന്നാണ് യുവതി പരാതി നൽകിയത്. അതും വിവാഹം നടക്കുമെന്നുള്ള ഉറപ്പിന്മേലാണ് ഇത്തരത്തിലൊരു രാഹുൽ മാങ്കൂട്ടത്തിൽ വിളിച്ചപ്പോൾ താൻ പോയതെന്നും എന്നാൽ ഇത്തരം ഒരു ക്രൂരത തന്നോട് ചെയ്യുമെന്ന് അറിയില്ലായിരുന്നു എന്ന തരത്തിലായിരുന്നു യുവതിയുടെ മൊഴി ഉണ്ടായിരുന്നത്. തിരുവനന്തപുരത്ത് എത്തിയ യുവതിയെ രാഹുലിൻ്റെ സുഹൃത്ത് ഫെനി നൈനാൻ കൂട്ടിക്കൊണ്ടുപോകുന്നു, രാഹുലിൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. തുടർന്നൊരു ഔട്ട് ഹൗസ് പോലെ ഒരു സ്ഥലത്ത് എത്തിച്ച് പീഡിപ്പിക്കുകയായിരുന്നുവെന്നും യുവതി മൊഴി നൽകിയിരുന്നു. ഈ ഒരു കാര്യം അന്ന് തന്നെ പുറത്ത് പറഞ്ഞിരുന്നു. പക്ഷേ അത് പരാതിയുമായി മുന്നോട്ട് പോകാൻ താല്പര്യമുണ്ടായിരുന്നില്ല. അതായത് നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ താല്പര്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിൽ പോലീസിൽ പരാതി നൽകാതിരുന്നതെന്നും അന്ന് യുവതി പറഞ്ഞിരുന്നു. പിന്നാലെ ഉയർന്ന ആരോപണങ്ങളും അല്ലെങ്കിൽ രാഹുലിനെതിരെ ഉണ്ടായ ആരോപണങ്ങളും പരാതികളും ഒക്കെ കണ്ട സാഹചര്യത്തിലാണ് ഇനി ഇത്തരം ഒരു അനുഭവം വേറെ ആർക്കും ഉണ്ടാകരുത്, അതുകൊണ്ടാണ് ഇത്തരത്തിൽ പരാതി നൽകുന്നതെന്നും യുവതി പറഞ്ഞിരുന്നു. തുടർന്നാണ് KPCC നേതൃത്വത്തിനും ഹൈക്കമാൻഡിനും യുവതി നേരിട്ട് ഈ ഒരു പരാതി നൽകുന്നത്. ആ പരാതിയിൽ തന്നെ എടുത്തു പറയുന്നുണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു വേട്ടക്കാരനാണ് എന്നും യുവതി എടുത്തു പറഞ്ഞിരുന്നു. പിന്നാലെയാണ് യുവതിയുടെ മൊഴി രേഖപ്പെടുത്താനുള്ള നീക്കത്തിലേക്ക് SIT നീങ്ങുന്നതും അതിന് പിന്നാലെ യുവതിയെ കണ്ടെത്തി മൊഴി രേഖപ്പെടുത്തിയതൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ ഒരു യുവതിയുടെ മൊഴിയിൽ എടുത്തു പറയുന്ന ഒരു കാര്യം, ഇത്തരത്തിൽ തന്നെ ക്രൂരമായ ബലാത്സംഗത്തിനിരയാക്കി താൻ വേണ്ട എന്ന് പറഞ്ഞിട്ടും തന്നെ വീണ്ടും ഇത്തരത്തിൽ ഉപദ്രവിക്കുകയാണ് ഉണ്ടായത് എന്നും യുവതി മൊഴിയിൽ എടുത്തു പറയുന്നുണ്ട്. ആ ഒരു പരാതിന്മേലാണ് ഇപ്പോൾ കോടതി വാദം കേൾക്കുകയും ആ ഒരു വാദത്തിന്മേലാണ് ഇപ്പോൾ ഈ ഒരു ജാമ്യ ഹർജിയുടെ വിധി പറയാനായി ഇന്ന് മാറ്റിയിരിക്കുന്നത്. ഇന്ന് എന്തായാലും ഈ ഒരു കേസ് കോടതി 11 മണിക്ക് കോടതി കൂടുമ്പോൾ തന്നെ കേസ് പരിഗണിക്കാൻ
ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു കുരുക്കാവാനുള്ള സാധ്യതയുണ്ട്. തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയാണ് ഈ ഒരു കേസ് പരിഗണിക്കുന്നത്. കാരണം നമുക്കറിയാം ഓൾറെഡി ഒരു കേസ് നിലനിൽക്കെ ആ കേസിൽ ജാമ്യഹർജി തള്ളിയ സാഹചര്യത്തിലാണ് രണ്ടാമത്തെ കേസും വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലും ജാമ്യഹർജി തള്ളാനുള്ള സാധ്യതയാണ് കാണുന്നത്. അങ്ങനെ കണ്ടാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അറസ്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയുമുണ്ട്. 15-ാം തീയതി വരെ അറസ്റ്റ് ചെയ്യരുത് എന്ന് പറയുമ്പോഴും ഈ ഒരു കേസിലും ഇത്തരത്തിൽ ജാമ്യഹർജി തള്ളി കഴിഞ്ഞാൽ ഇനി അറസ്റ്റ് അല്ലാതെ മുന്നോട്ടൊരു മറ്റൊരു വഴിയില്ല. അതുകൊണ്ട് തന്നെ അറസ്റ്റിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും 16 ദിവസങ്ങളായി രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഒളിവിൽ കഴിയുകയാണ്. ബാംഗ്ലൂരാണ് എന്നൊരു സന്ദേശം ലഭിക്കുന്നു, അവിടെ അന്വേഷിക്കുന്നു, എന്നാൽ അവിടെ നിന്നും യാതൊരു വിവരം കിട്ടുന്നില്ല. തുടർന്ന് കർണാടകയിലുണ്ട് എന്ന് പറയുന്നു, അവിടെ അന്വേഷിക്കുന്നു, അവിടെ നിന്നും വിവരം ലഭിക്കുന്നില്ല. എവിടെയാണ് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും പോലീസിന് ഒരു വ്യക്തത വന്നിട്ടില്ല. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെയുള്ള അന്വേഷണം തുടരുകയാണ്. ഇപ്പോഴും ഒളിവിൽ കഴിയുകയാണ് MLA എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. നമുക്കറിയാം തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ നടക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഇത്തരത്തിൽ ഈ ഒരു ആരോപണം വരുന്നു. കോൺഗ്രസിന് തിരിച്ചടിയായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം. കാരണം തെരഞ്ഞെടുപ്പിൽ ഏറെ സ്വാധീനിക്കപ്പെടാൻ പോകുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഒരു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണം. യുവ നേതാവ് അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആയിരുന്ന ഒരാൾ, പാലക്കാട് MLA ആയിരുന്ന ആൾ, ജനപ്രതിനിധി, ജനങ്ങൾക്ക് വേണ്ടി നിൽക്കേണ്ട ഒരാളാണ്. ആളുടെ ഭാഗത്തു നിന്നുമാണ് ഇത്തരത്തിൽ ഈ ഒരു കാര്യം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിൽ നീചമായ ഒരു പ്രവൃത്തി ഉണ്ടാകുന്നത് എന്നുള്ളത് കോൺഗ്രസിന് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രതിസന്ധി ഉണ്ടാക്കിയ ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഈ ഒരു കേസിൽ ഇപ്പോൾ ഇന്ന് വിധി വരാൻ പോവുകയാണ്. ജാമ്യം എന്തായാലും തള്ളുമെന്ന കാര്യത്തിലാണ് ഏവരും, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു സൂചന തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഇത്രയും ക്രൂഷ്യലായ തെളിവുകളൊക്കെ തന്നെ നിൽക്കുന്നുണ്ട്. ഡിജിറ്റൽ തെളിവുകളൊക്കെ തന്നെ പ്രോസിക്യൂഷൻ കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അയച്ച സന്ദേശങ്ങളും വോയിസ് ക്ലിപ്പുകളും ഒക്കെ തന്നെ പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്നും ഹാജരാക്കിയിരുന്നു. പക്ഷേ അപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഡ്വക്കേറ്റ് ഈ ഒരു വാദത്തെയൊക്കെ തന്നെ തള്ളുന്നുണ്ടായിരുന്നു. കാരണം അവർ പറയുന്നത് പേര് പോലുമില്ലാത്ത യുവതിയുടെ പരാതി തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണ് എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വാദം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഡ്വക്കേറ്റിൻ്റെ ഒരു വാദം എന്ന് പറയുന്നത്. കാരണം അവരും ഇത്തരത്തിൽ ഡിജിറ്റൽ തെളിവുകൾ ഹാജരാക്കിയിരുന്നു. യുവതിയുമായി പരിചയമുണ്ടായിരുന്നു. ഉഭയസമ്മത പ്രകാരമാണ് ഇത്തരത്തിൽ ഈ ഒരു ബന്ധം മുന്നോട്ട്, അല്ലെങ്കിൽ ഇത്തരത്തിൽ ബന്ധം മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇത് തന്നെ മനഃപൂർവ്വം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഒരു ചാറ്റുകളും ഫോൺ സംഭാഷണങ്ങളൊക്കെ തന്നെ റെക്കോർഡ് ചെയ്ത് വെച്ചത് എന്നും രാഹുലിൻ്റെ ഭാഗത്തു നിന്നും ഒരു വാദം ഉയർന്നിരുന്നു. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ തൻ്റെ രാഷ്ട്രീയ ഭാവി കളയാനായിട്ടുള്ള ഒരു നീക്കം തന്നെയാണ് ഇത് രാഷ്ട്രീയ കളിയാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രേരിതമാണ് ഇതൊക്കെ എന്നുള്ളൊരു വാദം കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് ഈ ഒരു കോടതി കേസ് പരിഗണിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വാദവും അതുപോലെ തന്നെ പ്രോസിക്യൂഷൻ്റെ വാദവും ഒക്കെ തന്നെ സൂക്ഷ്മമായി നിരീക്ഷിച്ച ശേഷമായിരിക്കും ഈ ഒരു കേസിൽ വിധി വരാൻ പോകുന്നത്. കാളിദാസ്. രഞ്ജിൽ രാജാണ് വിവരങ്ങൾ നൽകിയത്. രാഷ്ട്രീയ പ്രേരിതം എന്നുള്ളത് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഭിഭാഷകൻ കോടതിയിലും ഉന്നയിച്ച പ്രധാനപ്പെട്ട വാദം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയെ സംബന്ധിച്ച ഈ ഒരു വിധി കൂടി നിർണായകമാണ്. ഇപ്പോഴും ഒളിവിൽ തുടരുന്ന രാഹുലിന് എപ്പം വെളിച്ചത്ത് വരാനാകും എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം കൂടിയാണ് ഈ വിധി എന്നുള്ളതും രഞ്ജിൽ രാജാണ് വിവരങ്ങൾ നൽകിയത്. രാഹുൽ